സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലെക്സും സ്ഥാപിച്ച CPM-ന് കൊല്ലം കോർപ്പറേഷന്റെ പിഴ 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലെക്സ് സ്ഥാപിക്കാൻ CPM നേരത്തെ അനുമതി തേടിയിരുന്നുവെങ്കിലും കോർപ്പറേഷൻ അംഗീകരിച്ചില്ല. നാടിനെയാകെ ചുവപ്പ് പുതപ്പിച്ച് കൊല്ലം നഗരത്തിലാകെ ചെങ്കൊടികൾ, കൊടിതോരണങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ. യാത്രക്കാരുടെ കാഴ്ചകൾ മറയ്ക്കുന്ന തരത്തിലാണ് പലയിടത്തും ഇവയുടെ സ്ഥാനം. കൈവരിയിൽ കൊടിതോരണങ്ങളോ ബോർഡുകളോ ബാനറുകളോ സ്ഥാപിക്കുന്നത് ശിക്ഷാർഹമാണ്. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി ചിന്നക്കടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഉത്തരവാണിത്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ കൊടിതോരണങ്ങളും അതുപോലെ തന്നെ ബാനറുകളും എല്ലാം തന്നെ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 200ഓളം പരാതികൾ ഹൈക്കോടതിയിൽ ലഭിച്ചത്. നിയമലംഘനത്തിനെതിരെ 200ഓളം പരാതികളാണ് ഹൈക്കോടതിയിൽ ലഭിച്ചത്. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടതിന് പിന്നാലെ കോർപ്പറേഷൻ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. 20 ഫ്ലെക്സ് ബോർഡുകളും 2500 കൊടികളും കെട്ടിയതിനാണ് പിഴ. 3.5 ലക്ഷം രൂപ പിഴ ഉടൻ അടയ്ക്കണമെന്നും കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നോട്ടീസിലുണ്ട്. എന്നാൽ പിഴ അടയ്ക്കുന്ന കാര്യത്തിൽ CPM ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കാഴ്ച മറയ്ക്കാതെയും ഗതാഗതം സമീപിക്കാതെയുമാണ് കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും സ്ഥാപിച്ചതെന്നാണ് CPM-ന്റെ വിശദീകരണം. സമ്മേളനം ആരംഭിക്കുന്നതിന് 1.5 മാസങ്ങൾക്ക് മുമ്പ് കൊടിതോരണങ്ങൾ സ്ഥാപിക്കാനുള്ള നിയമാനുസൃത അനുമതി തേടി CPM ജില്ലാ സെക്രട്ടറി കോർപ്പറേഷനെ സമീപിച്ചിരുന്നു. വഴിയോരങ്ങളിൽ കൊടിതോരണങ്ങൾ സ്ഥാപിക്കാൻ നിയമം അനുവദിക്കാത്തതിനാൽ കോർപ്പറേഷൻ സെക്രട്ടറി ഈ അപേക്ഷ തള്ളുകയായിരുന്നു. പിഴ അടിച്ചില്ലെങ്കിൽ ഈ കൊടിതോരണങ്ങളും മറ്റും കോർപ്പറേഷൻ ജീവനക്കാർക്ക് മാറ്റേണ്ടി വരും. അതിന് കോർപ്പറേഷൻ തയ്യാറാകുമോ അതോ പിഴയടയ്ക്കാൻ CPM തയ്യാറാകുമോ? കാത്തിരുന്ന് കാണണം. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.